Let's go. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മളിന്ന് വീഡിയോയിലേക്ക് വരുന്നത് നമ്മൾ അച്ചാർ പാക്ക് ചെയ്യുന്നത് ഒരു വീഡിയോ കാണിച്ചു തരികയാണ്. എന്നുവെച്ചാൽ നമ്മുടെ വാതിക്കെ തന്നെയായിട്ടാണ് പൂന്തോട്ടം ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് കുറച്ച് അച്ചാറുകൾ വേണം സെയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളാണ് അച്ചാറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ അച്ചാർ കുറേ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ഇവിടെ ആക്കി നമുക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ജില്ല ആലപ്പുഴ കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴിയിൽ 11 മൈലാണ് സ്ഥലം. അപ്പോൾ എല്ലാവരും വരണം, അതൊക്കെ മേടിക്കണം. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അച്ചാർ പാക്ക് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അച്ചാറല്ലാതെ നമുക്ക് മിക്സർ, അവലൂസ് പൊടി, അങ്ങനെ എല്ലാ സാധനവും ഉള്ളതാണ് ഉണ്ട്. അപ്പോൾ ഓർഡറൊക്കെ തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് പാക്ക് ചെയ്യാനുള്ള കുപ്പികളാണ്. ഇതാണ് പാവയ്ക്കയും ക്യാരറ്റും അച്ചാർ, മിക്സ്ഡ് അച്ചാറാണ്, വെജിറ്റബിൾ. അപ്പോൾ അതിൻ്റെ 60ൻ്റെ ബോട്ടിലാണ് നമുക്ക് പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 60ൻ്റെ പാക്കറ്റാണ് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. 30ൻ്റെത് മൊത്തം നമുക്ക് സെയിലായതുകൊണ്ട് ബാക്കി നമ്മൾ 60ൻ്റെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മൊത്തം പാക്ക് ചെയ്ത് 4 കുപ്പിയിലാണ് പാക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാതിക്ക് പൂന്തോട്ടം ആയതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സെയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ വെച്ചതെല്ലാം സെയിലായി പോവുകയും ചെയ്തു. അതെല്ലാം സെയിലായി പോയതുകൊണ്ട് നമ്മൾ വീണ്ടും ഇനിയിപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ 60ൻ്റെ 4 എണ്ണം പാക്ക് ചെയ്യണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് അതുകൊണ്ട് നേരെ വെക്കുകയാണ്. അത് കഴിഞ്ഞ് വെച്ച് ഇനി ബീട്രൂട്ടിൻ്റെയാണ് വയ്ക്കാനുള്ള. നമ്മുടെ എല്ലാ അച്ചാറും അവൈലബിളാണ്, ചിക്കൻ ഉൾപ്പെടെ എല്ലാം അവൈലബിളാണ്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം, മേടിക്കണം. ഇനി നമുക്ക് ബീട്രൂട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ ബീട്രൂട്ട് ചെറുതാണ്. അപ്പോൾ അതും 250ൻ്റെ കഴിഞ്ഞാൽ 60 രൂപയുടെയാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റേത് ഫുള്ള് വേറെ ബോട്ടിലും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ പാക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 10-12 പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ ആൾ വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കൊക്കെ ഈ അച്ചാർ നല്ലതായിരിക്കും. അതുപോലെ ഇതും അവിടെ തന്നെ വെക്കാനുള്ളതാണ്. നമ്മുടെ സ്ഥലം ആലപ്പുഴയിൽ കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴിയിലെ മൈത്രയാണ് ഇത് ശരിക്കും ലൊക്കേഷൻ. 11 മൈലിൽ നിന്നും കയറാം. ചേർത്തല, എല്ലാവരും വരണം. അപ്പോൾ ഞങ്ങൾക്ക് വാതിക്കുള്ള പൂന്തോട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ പ്രദർശനത്തിന് വെക്കാനാണ് ഇതെല്ലാം. അപ്പോൾ അല്ലാണ്ട് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. എവിടേക്ക് വേണമെങ്കിലും നമ്മൾ കൊറിയറായിട്ട് ഇതെല്ലാം അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പൊക്കെ ഇടണം. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പിടാനായിട്ടുള്ള ഇതാണ്. നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ഹോൾസെയിലായിട്ട് എടുക്കാനായിട്ട് കുറേ തപ്പിയിരുന്നു. നമ്മൾ ചെറിയ ബോട്ടിൽ നമ്മുടെ തീർന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിതെല്ലാം വലിയ ബോട്ടിലാക്കിയത്. അപ്പോൾ വലിയ ബോട്ടിലാക്കുമ്പോൾ നമുക്ക് അച്ചാർ കുറച്ച് ഉള്ളതുപോലെ തോന്നുന്നു. നമ്മളെല്ലാം ബോട്ടിൽ നമുക്ക് ചെറിയ 25ൻ്റെയൊക്കെ ബോട്ടിലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ബോട്ടിൽ കൊടുക്കുന്നവരോ അങ്ങനെയുള്ള പരിചയമോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നേരെ കൊണ്ട് അവിടെ വെക്കുക, സെയിൽ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്കണേ. ഇത് നമ്മുടെ അവലൂസ് പൊടി, നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ. ചമ്മന്തിപ്പൊടിയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും മേടിക്കണം. ഇതാണ് ഓണം സ്പെഷ്യൽ.